ഹായ് ഹലോ, രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. നമ്മളെ ശിവഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ് അല്ലേ? അതേപോലെ തന്നെ അദ്ദേഹം ക്ഷിപ്രകോപിയാണ്. പക്ഷെ നമ്മളുടെ വിശ്വാസം, അതായത് നമ്മളുടെ ഭക്തി ആത്മാർത്ഥത ഉള്ളതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് സത്യമാണ് എന്നുള്ളതാണെങ്കിൽ ഭഗവാന് നമ്മൾ ഒന്നും കൊടുക്കണമെന്നില്ല മക്കളെ. നമ്മളുടെ കയ്യിൽ കാണിക്കയില്ലെങ്കിലോ പൂവില്ലെങ്കിലോ ഒരു തുള്ളി ജലം പോലും നമ്മൾ ഭഗവാന് കൊടുത്തിട്ടില്ലെങ്കിലോ നമ്മളുടെ ഭഗവാൻ അത് നമ്മളുടെ ഭക്തി ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കണം ഒരാളാണ് നമ്മളുടെ ശിവഭഗവാൻ. അത്രയ്ക്ക് കരുണാമയനാണ് നമ്മളുടെ ഭഗവാൻ. അതായത് നമ്മൾ കാണിക്കൊന്നും അല്ല കേട്ടോ നമ്മളുടെ ഭഗവാൻ നമ്മളിൽ നിന്ന് നമ്മളുടെ ഭക്തി തന്നെയാണ്, അകമഴിഞ്ഞ ഭക്തി. അങ്ങനെയാകുമ്പോ ഭഗവാൻ നമ്മളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും മക്കളെ. അതേപോലെ തന്നെയാണ് കേട്ടോ ക്ഷിപ്രകോപിയാണ് നമ്മളുടെ ഭഗവാൻ, നമ്മളുടെ അച്ഛൻ. അപ്പോ എന്താണ്, അദ്ദേഹത്തിന്റെ ശിക്ഷ കടുത്തതായിരിക്കും. മനസ്സിലായില്ലേ? നമ്മളെ രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും എല്ലാത്തിനും സാധിക്കുന്ന ഒരു ഭഗവാനാണ് നമ്മളുടെ അച്ഛനാണ് നമ്മളുടെ ശിവഭഗവാൻ. അത് എല്ലാവരും ഓർക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് ശിക്ഷിക്കും എന്ന് ഞാൻ ഇങ്ങനെ പറയണെന്ന് വെച്ചാല്, ശിവക്ഷേത്രത്തിൽ സാധാരണയായിട്ട് നമ്മൾ തൊഴാൻ പോകുമ്പോഴേ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരികയാണ് അമ്മ ഇന്ന് നിങ്ങൾക്ക് കേട്ടോ. അതിനു മുന്നേ എല്ലാവരോടുമായിട്ട്, വീഡിയോയിലേക്ക് കടക്കണതിന്റെ മുന്നേ എല്ലാവരോടുമായിട്ട് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ചോദ്യം വേറെ ഒന്നും അല്ല കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, നിങ്ങൾക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടി, എന്നെ ഭഗവാൻ ഒന്ന് ചേർത്ത് പിടിച്ചു, പിന്നെ ഒരു അത്താണിയും ഒരു ഇതും ഇല്ലാത്ത സമയത്ത്, എല്ലാവരും കൈവിട്ട സമയത്ത് നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ഭഗവാൻ എത്തി എന്ന് നിങ്ങൾക്ക് മനസ്സ് തട്ടിയിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ താഴെ. എനിക്കത് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. കാരണം എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ എത്ര ആൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇനി കാര്യത്തിലേക്ക് വരാട്ടോ. അപ്പൊ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ചില തെറ്റുകൾ ചെയ്യരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നിങ്ങൾ എല്ലാവരും അമ്പലത്തിൽ പോകണവർ തന്നെയാണ് അല്ലെ? പ്രത്യേകിച്ചും ശിവന്റെ അമ്പലത്തിൽ പോണവർ തന്നെയാണ് എല്ലാവരും. ആ സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, അവിടെ തൊഴേണ്ട രീതി ഒരു പ്രത്യേകത ഉണ്ട്, അവിടെ പൂജ ചെയ്യണത് ഒരു പ്രത്യേകത ഉണ്ട്. അതൊക്കെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? അതേപോലെ തന്നെയാണ് അവിടെ തൊഴേണ്ട രീതിയും. അതേപോലെ തന്നെ അവിടെ എന്താണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്, എന്ത് പ്രാർത്ഥിക്കാൻ പാടില്ല, അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ അത് കാണണേ. നമ്മൾ ശിവക്ഷേത്രത്തിൽ ചെന്ന് തൊഴുതിങ്ങനെ കൈകൂപ്പി നടക്കില് നടയില നിൽക്കുമ്പോ നമ്മൾ കുറെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ. ചില കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പൊ ഈ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇന്നു മുതൽക്ക് നിങ്ങൾ ചെയ്യരുത് കേട്ടോ. അപ്പൊ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് തെറ്റാണ് മക്കളെ. തെറ്റേ എന്നല്ല, ഭഗവാന്റെ കോപത്തിന് ഇരയാവും നമ്മൾ എന്നുള്ളതാണ്. ഭഗവാൻ അതൊന്നും ഇഷ്ടല്ല. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയാം, എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് ഞാൻ പറയാം. പല അമ്മമാരും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, നടക്കില്ല അവിടെ വന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞ് കരയുന്നുണ്ട്. കാരണം അമ്മമാർക്കാണല്ലോ കൂടുതൽ വ്യാകുലതകളും സങ്കടങ്ങളും, മക്കളെ കുറിച്ചുള്ള ആദ്യം വ്യാധിയും ഒക്കെ, വേണ്ടിയും വേണ്ടാതെയും ഒക്കെ ഒരുപാട് ടെൻഷൻ അടിക്കുന്നതാണ് ഈ അമ്മമാര്. അപ്പൊ അമ്മമാര് സങ്കടം സഹിക്കാഞ്ഞിട്ടാണ് ഭഗവാന്റെ നടക്കിൽ വരുമ്പോ അത് ഒന്നിച്ചിട്ട് അങ്ങോട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പൊ ഭഗവാനോട് അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല കേട്ടോ. ചിലവര് പറയുന്നുണ്ടേ, അടുത്ത വീട്ടിലത്തെ ആള് കാരണം എന്റെ കുട്ടിക്ക് വല്ലാതെ ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ട് വന്നു, അവർക്ക് നശിക്കണേ ഭഗവാനെ, എന്തേലും ചെയ്യണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട് കരയണവരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഭഗവാനെ എല്ലാം അറിയില്ല മക്കളെ. നമ്മൾ ഒരിക്കലും വേറൊരുത്തൻ നശിക്കണേന്ന് ഒരിക്കലും നിങ്ങൾ അമ്പലത്തിന്റെ നടക്കിൽ നിന്ന് പറയരുത്. കാരണം എല്ലാം അറിയുന്ന നമ്മളെ അച്ഛനല്ലേ ശിവഭഗവാൻ. നമ്മൾ എന്ത് കാര്യമാണ് അദ്ദേഹത്തിന് അറിയാത്തത്? എല്ലാം അറിയാം അദ്ദേഹത്തിന്. നമ്മൾ പറയേണ്ടതില്ല മക്കളെ. അവിടെ ചെന്ന് കൈകൂപ്പി നമ്മൾ ശുദ്ധമായ മനസ്സോടുകൂടി നിന്നാൽ മതി. നിങ്ങൾ തൊഴുത് പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, എനിക്ക് നല്ലതൊക്കെ തന്നല്ലോ ഭഗവാനെ, അതിന് നന്ദിയാണ് ഭഗവാനോട് നമ്മൾ പറയേണ്ട. ആ സമയത്ത് നമ്മൾ കരയും പറയും, അപ്പുറത്തോന് ദോഷം ചെയ്യണേ ഇപ്പുറത്തോന് ദോഷം ചെയ്യണേ, അങ്ങനത്തെ കുറെ തെറ്റ് ചെയ്യുന്നവരെ നിന്ന് തന്നെ നിർത്തണം കേട്ടോ മക്കളെ. ആർക്കും വേണ്ടി നിങ്ങൾ ദ്രോഹം അവിടെ ചെന്ന് പറയരുത്. നമ്മളെ ഭഗവാൻ എല്ലാം അറിയുന്നവനാണ്, അദ്ദേഹം ചെയ്തോളും എന്താ വേണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇന്ന് മുതൽ എല്ലാവരും നിർത്തണം കേട്ടോ. പരാതി അവിടെ ചെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. നമ്മൾ സന്തോഷമായിട്ട് തൊഴുകേണ്ട സമയമാണ്. മനസ്സ് തുറന്ന് ഭക്തി അത്രേ വേണ്ടു മക്കളെ. നിങ്ങളോട് ആരും അവിടെ 5000 രൂപ കൊടുക്കാൻ പറയുന്നില്ല. നമുക്ക് കഴിയിച്ചാൽ നമ്മൾ അമ്പലം പുരോഗമിക്കാൻ വേണ്ടി കൊടുക്കാം. ഭഗവാൻ ആവശ്യപ്പെടുന്നില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ അകമഴിഞ്ഞ ഭക്തിയോട് കൂടി
അവിടെ ഭഗവാനെ നന്നായി തൊഴുത് നമസ്കരിക്കുക, അത്രേ വേണ്ടു. പിന്നെ ശിവന്റെ അമ്പലത്തിൽ തൊഴുകാനുള്ള ചിട്ടവട്ടങ്ങളെല്ലാം അമ്പലം പോലെയല്ല. ആ ഓരോ അമ്പലത്തിന്റെ പ്രത്യേകത അവിടുത്തെ പൂജാരിയോട് ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ ആദ്യമായിട്ട് പോവാന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന പോലെ തന്നെ വേണം അവിടെ നിങ്ങൾ തൊഴാനായിട്ട്. ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാം. പിന്നെ അതേപോലെ കേട്ടോ, നമ്മള് ശിവഭഗവാന് വേണ്ടിയിട്ട് ശിവന്റെ അമ്പലത്തിലേക്ക്, എല്ലാ അമ്പലത്തിലേക്കുള്ള കാര്യം തന്നെയാണ് ഇത്. നമ്മളൊരു വഴിപാട് നേരെയാണ്, നമ്മൾ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വഴിപാട് നേർന്നു അല്ലെങ്കിൽ ഈ വഴിപാട് കഴിച്ചു, അത് 10 ആളോട് അടുത്തുള്ള കൂടെ എല്ലാവരോടും പറയാണ്, ഞാൻ ഇങ്ങനെ ഒരു വഴിപാട് നമ്മൾ അമ്പലത്തിൽ കഴിച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എന്റെ വകയാണ് കേട്ടോ ഒന്നത്തെ അമ്പലത്തിൽ ആ വഴിപാട് ഈ വഴിപാട്, ഇതൊന്നും നമ്മൾ ആരോടും പറയരുത്. അത് രഹസ്യമാണ്, നമ്മളും ഭഗവാനും തമ്മിലുള്ള ഒരു കാര്യമാണ്. നമ്മൾക്ക് അവിടെ എന്ത് വഴിപാട് കഴിക്കണോ അവിടെ നമ്മൾ ചീട്ടാക്കുക, അതിനുള്ള പൈസ കൊടുക്കുക, ഭഗവാനോട് നമ്മൾ നമസ്കരിച്ച് തൊഴുക, ഇത്രേ വേണ്ടോ. നമ്മൾ കഴിച്ച വഴിപാട് ഒരിക്കലും മൂന്നാമതൊരാള് വീട്ടുകാരെ അറിയാൻ പാടില്ല എന്നുള്ളതാണ് മക്കളെ. ഭാര്യ കഴിച്ചത് ഭർത്താവിനോട് പറയരുത്, മക്കളോട് പറയരുത്, അമ്മോട് അച്ഛനോട് ആരോടും നമ്മൾ പറയരുത്. ഇത് തിരിച്ചും ഭർത്താവ് കഴിക്കണ വെച്ചാൽ ഭാര്യയോടെ ഞാൻ ഇന്ന വഴിപാട് എനിക്ക് വേണ്ടിയിട്ട് അവിടെ കഴിച്ചണോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടാ മകന് വേണ്ടിയിട്ട്, ഇത് പറയരുത് മക്കളെ. ഇതുവരെ ഇപ്പൊ നമുക്ക് അറിഞ്ഞൊന്നും വരില്ല അല്ലേ. എനിക്കിതൊരു അറിവുള്ള ഒരാൾ പറഞ്ഞു തന്ന കാര്യമാകൊണ്ട് ഞാനിത് വിശ്വസിച്ചിട്ട് ഇനി മുതൽ ഞാനും അത് ചെയ്യില്ല കേട്ടോ. നിങ്ങളും ഇന്ന് മുതൽ അത് നിർത്തണം കേട്ടോ. അവിടെ കഴിച്ച വഴിപാട് നമ്മളും ഭഗവാനും മാത്രം. അവിടെ രസീതാക്കുമ്പോ അയാൾ അറിയാതിരിക്കില്ല, അതൊരു നമുക്കൊരു പ്രശ്നമല്ലേ. അദ്ദേഹം പല ആൾക്കാർക്കും എഴുതുന്ന ആളാണ്. അതിലും അപ്പുറത്ത് വേറൊരാൾ ഇത് അറിയരുത് കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത് എന്താ ചെയ്യേണ്ടത് നോക്കാം. മൂന്നാമതായിട്ട് അമ്മ പറയാൻ പോണതേ, അധിക ശിവഭഗവാന്റെ അമ്പലത്തിലും മക്കളെ നന്ദി ഭഗവാൻ ഉണ്ടാവും. ആദ്യം നമ്മൾ ചെന്നിട്ട് വേഗം നടക്കിൽ ചിക്കാൻ ചെന്ന് സങ്കടങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തൊഴുകയല്ല നമ്മൾ വേണ്ട. നന്ദി ഭഗവാനുള്ള അമ്പലത്തിൽ തീർച്ചയായിട്ടും നന്ദി ഭഗവാന്റെ ചെവിയിൽ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തോട് രഹസ്യമായിട്ട് പറയുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതിന്റെ ശേഷം, അദ്ദേഹത്തിനെ വണങ്ങിയതിന്റെ ശേഷം നമ്മൾ ശ്രീകോവിലിന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ഭഗവാന്റെ നമഃശിവായ എന്നുള്ള 108 പ്രാവശ്യം ചെല്ലാൻ പറ്റുന്നവർക്ക് അങ്ങനെ 9 തവണ വെച്ചാൽ അങ്ങനെ ചൊല്ലിയിട്ട് നമ്മളെ ആ നന്ദി ഭഗവാനോട് പറഞ്ഞ കാര്യം ഇദ്ദേഹത്തോടും പറയാം, നമുക്ക് ശിവഭഗവാനോടും പറയും. അത്യാഗ്രഹങ്ങളൊന്നും ഒരിക്കലും പറയരുത് കേട്ടോ. ഭഗവാനോട് നടത്തി തന്നതുപോലെ പറയുക. എന്റെ ഭഗവാനെ, കുട്ടിക്ക് ചിലവർക്ക് ജോലി കിട്ടാനായിരിക്കും അല്ലേ, എന്റെ മകനൊരു ജോലി, ഇത്രയും നല്ലൊരു ജോലി ഭഗവാന്റെ കാര്യം കൊണ്ട് കിട്ടിയല്ലോ ഭഗവാനെ. കിട്ടാത്ത കാര്യം എന്തിനാ കിട്ടിയെന്ന് പറയണമെന്നാണ് എല്ലാവരും ചോദിക്കുക. ഭഗവാനോട് കിട്ടിയെന്നാണ് പറയേണ്ടത് നമ്മൾ കേട്ടോ. ഒരിക്കലും ഇല്ല അങ്ങനെ പരാതികളായിട്ട് ആരും പറയരുത്, ഒക്കെ സന്തോഷമായിട്ട് പറയുമ്പോ ഭഗവാൻ അതെന്താ വെച്ചാൽ നമ്മളെ ഭഗവാനെ നമ്മൾ അങ്ങനെയാണ് മക്കളെ നിൽക്കണത് കേട്ടോ. അപ്പൊ നമ്മൾ പറയണത് തന്നെ പ്രതിഫലിച്ച് നമ്മളിലേക്ക് വരുന്നാണ് പറയുന്നത്. അപ്പം ദുഃഖം പറഞ്ഞാൽ നമുക്ക് ദുഃഖം കിട്ടും, സന്തോഷം പറഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടും. അപ്പൊ നിങ്ങൾ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് മാത്രമാണ് ഭഗവാന്റെ മുന്നില് തൊഴാൻ പാടുള്ളൂ മക്കളെ. എന്നിട്ട് നിങ്ങൾ നന്ദി പറയും കൂടിയും ചെയ്തു നോക്ക്. ഇന്നു മുതൽക്ക് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്. അപ്പൊ നിങ്ങൾക്ക് തികച്ചും അമ്മ പറയുന്നത് സത്യമാണോ സത്യമല്ലെന്ന് മനസ്സിലാവും. ഭഗവാൻ നിങ്ങൾക്ക് അത് നടത്തി തന്നതായിട്ട് മാത്രം പറഞ്ഞ് നിങ്ങൾ ഇന്നു മുതൽക്കൊന്ന് തൊഴുതു നോക്കൂ കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് അറിവുള്ള ആള് പറഞ്ഞു തന്നതാണ് ഞാൻ പറഞ്ഞു. ഓരോ കാര്യത്തിനും ഞാൻ ഇത് പറഞ്ഞു തരണമെന്നില്ല അല്ലേ. അപ്പൊ ഇന്നു മുതൽക്ക് എന്റെ മക്കൾ അതേ ചെയ്യാവുള്ളൂ കേട്ടോ. പിന്നെ മക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അടുത്ത കാര്യമാണ് കേട്ടോ, വെല്ലുവിളിക്കുക. നമ്മളെ മനസ്സിലെ വിഷമം കൊണ്ടാവുമല്ലേ നമ്മൾ ചിലപ്പോ ഉണ്ട് പറയുന്നത്. ചിലവര് നമ്മൾ കേൾക്കാം, എന്താ അവിടെ ഇരിക്കുന്നത് കരിങ്കല്ലറ്റയാണോ, കരിങ്കല്ലെങ്കിൽ എന്റെ ആഗ്രഹം നടത്തി തരും, ഭഗവാൻ ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ഇങ്ങനെയൊന്നും ഒരാൾ ഒരിക്കലും പറയരുത് മക്കളെ. അതൊരു വെല്ലുവിളിയായിട്ടാണ് അല്ലേ. ഭഗവാൻ ഉണ്ടെങ്കിൽ എന്ന ചോദ്യം തന്നെ നമ്മളെ മനസ്സിൽ സംശയത്തിന്റെയാണ് അല്ലേ. ഭഗവാനുണ്ട്, തീർച്ചയായിട്ടും ഭഗവാനുണ്ട് മക്കളെ. ഭഗവാനുണ്ട് എന്ന് തന്നെ വിശ്വസിച്ചിട്ട് വേണം. വെല്ലുവിളിക്കും പോലെ നിങ്ങൾ ഒരു കാര്യവും പറഞ്ഞു പോകരുത്. ഇതുവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം മക്കളെ. ഭഗവാനുണ്ട്, 101% ഭഗവാനുണ്ട്. അത് വിശ്വസിച്ച് നിങ്ങൾ എന്ത് കാര്യങ്ങൾ മുന്നോട്ട് വെച്ച കാലം ഭഗവാൻ നിങ്ങളെ മുന്നോട്ട് തന്നെ വെച്ച് കൊണ്ടുപോകും കേട്ടോ. പുറകോട്ട് ഇടിപ്പിക്കില്ല ഭഗവാൻ. വെല്ലുവിളിക്കണ സമയം മുതൽ മക്കളെ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി വന്ന് തുടങ്ങായി. കാരണം നിങ്ങൾക്ക് ആരെ പിന്നെ നിങ്ങൾ ഭൂമിയിൽ വിശ്വസിക്കുക? ഭഗവാനിൽ വിശ്വാസമില്ലാത്ത ഒരാളെ ആരെ വിളിക്കാനാ മക്കളെ? അപ്പോ 100% വിശ്വസിച്ച് മാത്രമേ നിങ്ങളെ ഒരു കാര്യം വെല്ലുവിളിച്ചും കൊണ്ട് പറയരുതേ മക്കളെ. ഇത് എല്ലാവരും ഇനി മുതൽക്ക് ശീലിക്കണം കേട്ടോ. വെല്ലുവിളി എല്ലാവരും നിർത്തണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ശിവന്റെ അമ്പലത്തിൽ പോവുക എന്ന് പറയുമ്പോൾ, കൃഷ്ണന്റെ അമ്പലത്തിൽ പോവുക എന്ന് പറയുമ്പോൾ ഒക്കെ മക്കളെ മനഃശുദ്ധിയും ശരീരശുദ്ധിയും അത്യാവശ്യമാണ് കേട്ടോ. നിങ്ങൾ ഈ 9 ദിവസം കഴിഞ്ഞിട്ടേ പോവാവൂ എന്നൊക്കെ ചിലവർ പറയണ്ട. അത് അവന്റെ ശരീരശുദ്ധിയാണ്.
നമ്മളെ ശരീരശുദ്ധി പെൺകുട്ടികളുടെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. നമുക്ക് 7 ദിവസം കഴിഞ്ഞാൽ പോവാൻ പറ്റണവരുണ്ടാവും അല്ലേ? നമുക്ക് ധൈര്യമായിട്ട് കുളിച്ചാൽ നമ്മളെ ശരീരത്തിന്റെ ശുദ്ധിയാണ് കേട്ടോ മക്കളെ. അതിന് 9, 11 ഒന്നും കണക്കില്ല കേട്ടോ. നമ്മളെ ശരീരം ശുദ്ധിയായ നിങ്ങൾ ധൈര്യമായിട്ട് നമ്മൾ അച്ഛൻ്റെ അടുത്തേക്ക് പൊക്കോളൂ. അച്ഛൻ മക്കളെ സ്വീകരിക്കും കേട്ടോ. എന്ത് തന്നെ ആയാലും അച്ഛനും അമ്മയാണ് അവിടെ, ദേവിയുണ്ട്. ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കില്ല കേട്ടോ. അപ്പൊ നിങ്ങളുടെ മനസ്സിനും കൂടി ശുദ്ധി ഉണ്ടാവാൻ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മനസ്സിലായില്ലേ? അല്ലാതെ ഇപ്പൊ 9 കഴിഞ്ഞിട്ടേ പോവാവൂ എന്ന് കുട്ടികളെ ചോദിക്കൊണ്ടാണ് ഈ അമ്മ ഇത് പറഞ്ഞത്. അപ്പൊ നിങ്ങളെ ശരീരം ശുദ്ധിയായ അന്ന് മുതൽക്ക് നിങ്ങൾക്ക് കുളിച്ച അമ്പലത്തിൽ പോവാട്ടോ. പിന്നെ ചിലവരുണ്ട് കേട്ടോ, നമ്മളെ ആഗ്രഹങ്ങൾ വിചാരിച്ചിട്ട് നമ്മളെ ഓരോ അവിടുത്തെ പൂജകൾ തന്നെ പൂജ ചെയ്തോളാം ഞാൻ, ഉമാമഹേശ്വര പൂജ ചെയ്തോളാം ഞാൻ, അല്ലെങ്കിൽ ഭഗവാന് ജലധാര നടത്തിക്കോളാം. നമ്മളെ സാധിക്കണതിനനുസരിച്ച് എല്ലാവരും വഴിപാടുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അല്ലേ? ഈ വഴിപാടൊക്കെ നടത്തി കഴിഞ്ഞിട്ട് നമ്മളെ ചിലപ്പോൾ ആഗ്രഹം നടക്കാതെ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് ചിലവർക്കുണ്ട്. അപ്പൊ നമുക്ക് സംശയമായി ഭഗവാൻ ഇല്ലാഞ്ഞിട്ടാണെന്നാണ് എല്ലാവരും സംശയിക്കുന്നത്. ഒരിക്കലും അങ്ങനെ സംശയിക്കരുത് കേട്ടോ. ഭഗവാൻ ഉണ്ട്. പക്ഷേ ഭഗവാൻ എന്തുകൊണ്ടാണ് ആഗ്രഹം നടത്തി തരാത്തെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും നല്ലത് നിങ്ങൾക്ക് വരാൻ പോകുന്നു മക്കളെ. അതിലും വലുതാണ് നിങ്ങൾക്ക് വരാൻ പോണത്, നല്ലതാണ് വരാൻ പോകുന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര തന്നെ പൊന്താൻ സാധിക്കുന്നുണ്ടാവില്ല. ഭഗവാൻ ഒന്ന് കണക്കാക്കിയിട്ടുണ്ടല്ലേ? അപ്പൊ നിങ്ങൾക്ക് അതിലും വലുത് നടത്തി തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തള്ളിക്കളയാവും. അപ്പൊ അങ്ങനെ വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് വഴിപാടുകളൊക്കെ കഴിക്കേണ്ടത് കേട്ടോ. ഇത്രയൊക്കെ എനിക്ക് അമ്മയ്ക്ക് പറഞ്ഞു തരാളൂ. അപ്പൊ നമ്മളെ പ്രപഞ്ചനാഥനായ അച്ഛന് നമ്മളെ സംരക്ഷിക്കാനും ശിക്ഷിക്കാനും നമ്മളെ എന്ത് ചെയ്യാനും അദ്ദേഹത്തിന് 100% അധികാരവും അവകാശം ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം നിങ്ങളെ കൈവിടില്ല മക്കളെ, ഒരിക്കലും കൈവിടില്ല. വിശ്വസിക്കുക. നിങ്ങളെ 101% നിങ്ങൾ വിശ്വസിച്ച് തുടങ്ങുക. വിശ്വസിച്ച് തുടങ്ങിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ നിങ്ങളെ 1, 2, 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ തുടങ്ങും കേട്ടോ. അപ്പൊ അമ്മോട് വന്നിട്ട് കമന്റ് ചെയ്യാൻ എല്ലാവരും മറക്കരുത് കേട്ടോ. അമ്മയ്ക്കും കൂടി അറിയാലോ അമ്മ പറഞ്ഞൊരു കാര്യം നടത്തിയിട്ട്. അപ്പൊ നമ്മുടെ മക്കൾ ഇതെല്ലാവരും വിശ്വസിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ നല്ല കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്പെട്ടു എന്ന് തന്നെ അമ്മ വിചാരിക്കുകയാണ്. അപ്പൊ ഉപകാരപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം. കൂട്ടത്തിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ അമ്മ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. കാരണം പല കുട്ടികളും ചോദിക്കുന്നുണ്ട് വാട്സപ്പിൽ കൂടെ, ഇന്ന് അമ്മ വീഡിയോ ഇട്ടില്ലേ അമ്മേന്ന്. ഇതൊരു അൽഗോരിതം അല്ലേ മക്കളെ? എല്ലാ വീഡിയോസും അവരവിടുന്ന് സ്പ്രെഡ് ചെയ്യണില്ല. അത് കാരണമായിരിക്കും കിട്ടാത്തത്. ഇനിയിപ്പോ നിങ്ങൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. പിന്നെ അമ്മ പച്ച കുങ്കുമം തൊട്ട് കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവ് എനർജികളും പോയി പോസിറ്റീവ് എനർജി വരും. നമ്മൾക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും. പച്ച കുങ്കുമം അതിന്റെ ഒരു വീഡിയോ അമ്മ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാവരിലേക്കും കിട്ടിയോന്ന് അറിയില്ല. അത് കിട്ടാത്തവർക്ക് അമ്മ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ ആദ്യത്തെ അമ്മ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് അവിടെ കാണാം കേട്ടോ. അപ്പോൾ അത് എല്ലാവരും കയറി കാണണം കേട്ടോ, പച്ചകുങ്കുമത്തിന്റെ മഹാത്മ്യം. അപ്പൊ പച്ചകുങ്കുമം നെറ്റിയിൽ തൊട്ടാൽ എന്തൊക്കെയാണെന്നുള്ളത് അമ്മ അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികൾ അതും കൂടി കാണാൻ മറക്കരുത്. അപ്പൊ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.